നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ DAയുടെ മാത്സ് ക്ലാസ്സുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 15 സോളിഡ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സോളിഡ്സ് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സോളിഡ്സിനകത്ത് സർഫസ് ഏരിയയും അതുപോലെ ഓളിയോ ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും നമ്മളൊരു 8, 9, 10 ക്ലാസ്സുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്കിപ്പോൾ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായില്ല എങ്കിലും കോൺ, ക്യൂബ്, സ്പിയർ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സോളിഡ് ആണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. ഇപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ആദ്യത്തേത് റൈറ്റ് സർക്കുലർ കോൺ ആയതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ റൈറ്റ് സർക്കുലർ കോൺ, ഇതാണ് ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ ഇമേജ്. അതായത് നമ്മളിപ്പോൾ റേഡിയസ് വരയ്ക്കുമ്പോൾ, കോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കോൺ ഐസ്ക്രീമിന്റെ കോൺ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിന്റെ ബേസ് ഒരു സർക്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ബേസ് സർക്കിളിന്റെ റേഡിയസ് കണ്ടില്ലേ, ഈ റേഡിയസും അതുപോലെ ടിപ്പിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന ഹൈറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ. അങ്ങനെയുള്ളതിനെയാണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് സർക്കുലർ കോൺ ആണ്. ഇതിൽ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചേക്കുന്ന ഈ ഒരു വരയുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുക. അതായത് നമ്മൾ കോൺ ഐസ്ക്രീമിന്റെ കോൺ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ടിപ്പിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഈ സൈഡിൽ കൂടി ഉള്ളതുണ്ടല്ലോ, അതായത് ഇങ്ങനെ നമ്മളൊരു കോൺ വരയ്ക്കുമ്പോൾ ഇതുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. സ്ലാൻഡ് ഹൈറ്റ് പൊതുവെ L വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. മിക്ക ബുക്സിലും സ്ലാൻഡ് ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് L വെച്ചിട്ടാണ്. ചില ബുക്കിലൊക്കെ നമ്മൾ S വെച്ച് സ്ലാൻഡ് ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ S L പറഞ്ഞ റീസൺ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മൾ കൂടുതലും റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ L വെച്ചിട്ടാണ് സ്ലാൻഡ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൈറ്റ് സർക്കുലർ കോണിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 എണ്ണമാണ്. ഒന്ന് അതിന്റെ റേഡിയസ്, രണ്ടാമത്തേത് ഹൈറ്റ്, മൂന്നാമത്തേത് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ L എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ L കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു √h² പ്ലസ് r². ഇപ്പോൾ ഹൈറ്റും റേഡിയസും ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, L ഈസ് ഈക്വൽ ടു √h² പ്ലസ് r² എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സപ്പോസ് നമുക്ക് സ്ലാൻഡ് ഹൈറ്റും ആണ് തന്നേക്കുന്നത്, റേഡിയസ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ റേഡിയസിന്റെ ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു √L² മൈനസ് h² ആയിരിക്കും. നമുക്ക് സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും, r ഈസ് ഈക്വൽ ടു √L² മൈനസ് h² ആയിരിക്കും. സപ്പോസ് ഇപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, h is equal to √L² മൈനസ് r² ആയിരിക്കും. h is equal to √L² മൈനസ് r² ആയിരിക്കും. അപ്പൊ ഈ 3 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ, ശരിക്കും നിങ്ങൾ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിലും കൺഫ്യൂഷൻ വരുന്ന ആൾക്കാർക്ക് ഈ 3 ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് തന്നേക്കുന്ന ഏതെങ്കിലും 2 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ 3 ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, L ഫോർമുലയ്ക്കകത്ത് വരുന്ന ക്വസ്റ്റൻ ആയിരിക്കും, പക്ഷേ L തന്നിട്ടുണ്ടായിരിക്കൂല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ L ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. കൂടുതലും അങ്ങനെ മെയിൻസിലൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് പ്രോബ്ലം ഒക്കെ അതുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വോളിയം, കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് പറഞ്ഞു തരാം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺ ഐസ്ക്രീം ഇല്ലേ, ആ കോൺ ഐസ്ക്രീമിനെ ഞാൻ ഈ ബേസിൽ നിന്ന് കട്ട് ചെയ്ത്, ബേസിൽ നിന്ന് ടിപ്പ് വരെ കട്ട് ചെയ്തു. അതായത് ഇപ്പൊ ഇങ്ങനെ നിവർത്തി വെക്കുകയാണ്. ഇപ്പൊ എൻ്റെ കോൺ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിവർത്തി വെക്കുകയാണ്. അപ്പൊ നിവർത്തി വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ ഇതിന്റെ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ആ ചുറ്റിനും വരുന്ന ആ ഏരിയ. ഓക്കെ, കോൺ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമുക്ക് കോൺ ഐസ്ക്രീമിന്റെ കോൺ എന്ന് പറയുമ്പോൾ അകത്ത് ഐസ്ക്രീം ഇല്ലെങ്കിൽ പൊള്ളയല്ലേ അടിഭാഗം. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഉള്ള കോണിന്റെ ആ ഒരു ഏരിയയാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ എന്തെന്ന് പറയും, CSA എന്ന് പറയും. ചിലതിലൊക്കെ ശരിക്കും ഈ ഒരു
സർക്കുലർ ഷേപ്പ് പോലെ വരുന്നതിനൊക്കെയാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. വേറെ ഇതിനൊക്കെ ലാറ്ററൽ സർഫസ് ഏരിയ എന്നും പറയും. അപ്പൊ ശരിക്കും ഈ കർവ്ഡ് സർഫസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കോൺസെപ്റ്റ് അനുസരിച്ച് ഏകദേശം ഒരേ സാധനം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലും വിചാരിക്കുക ആ ഒരു ചുറ്റിനുമുള്ള ആ ഏരിയനെയാണ് എന്തെന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഫിഗർ മാറുന്ന അനുസരിച്ച് ഈ പേരും നമ്മൾ മാറ്റി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് πRL എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? πRL ആണ്. വേർ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3.14 ആണ്, അല്ലെങ്കിൽ 22/7 ആണ്. പൈയുടെ വാല്യൂ 3.14 ആണ്, അല്ലെങ്കിൽ 22/7 ആണ്. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ നിങ്ങൾ ചില സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുക്കും പൈ ഈക്വൽ ടു 3.14 എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ പൈ ഈക്വൽ ടു 22/7 എടുത്ത് ചെയ്യാന്ന് ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും 22/7 എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പമുള്ളത്. കാര്യം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം കട്ട് ചെയ്ത് പോവാനായിട്ട് 22/7 വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എല്ലാ പ്രോബ്ലവും ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ പ്രോബ്ലംസും 22/7 വെച്ച് ചെയ്യുന്നതാണ് എളുപ്പമായിട്ടുള്ളത്. ഇനി അഥവാ നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനിൽ ആൻസേഴ്സ് ഇപ്പോൾ ഒരു 2π 3π 4π ഇതുപോലെയാണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പൈക്ക് വാല്യൂ കൊടുക്കണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ പൈക്ക് വാല്യൂ കൊടുക്കേണ്ട അടുത്തടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? 3.14 22/7 ഒന്നും കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. എപ്പോഴും ആലോചിക്കുക 22/7 കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ചില സമയത്ത് ഇപ്പൊ 3.14 ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് ഉള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. ഇപ്പൊ 99.3 എന്നുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കൂ. പൈക്ക് നിങ്ങളൊരു 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 99.3 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനകത്ത് 100 ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പൊ 99.3 ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ 100 അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 100നെ ചൂസ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാനും. ഞാൻ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് പൈ വേണോ, പൈക്ക് വാല്യൂ കൊടുക്കണോ, ഏത് വാല്യൂ കൊടുത്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ പഠിച്ചു വരണം. ഓക്കെ, അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ πRL ആണെന്ന് ഞാൻ പറഞ്ഞു. എല്ലിന്റെ വാല്യൂ എന്താണ്? √h² + r² ആണ്. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ കഴിഞ്ഞിട്ട് വരുന്ന ആരാണ്? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കോണില്ലേ, ആ കോണിന്റെ ചുറ്റിനുമുള്ള ഈ കോൺ ഷേപ്പിന്റെ ഈ ചുറ്റിനുള്ള ഏരിയ അല്ലേ CSA എന്ന് പറഞ്ഞത്? താഴെ ഒരു സർക്കിൾ ഇല്ലേ, ആ സർക്കിൾ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബേസ് ഏരിയ എന്ന് പറയും. ഈ ബേസ് ഏരിയയും ഈ കർവ്ഡ് സർഫസ് ഏരിയയും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടാവുന്നത്. ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആരുണ്ടാവുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് CSA ആണ്. ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, അഥവാ നിങ്ങൾക്ക് ചോദിച്ചാലോ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു സോളിഡിനായിക്കോട്ടെ, ഏതൊരു സോളിഡിനായാലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πRL പ്ലസ് πr² ആണ്. ഈ πRL എവിടെ നിന്ന് വന്നു? കർവ്ഡ് സർഫസ് ഏരിയ πRL അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ πRL വന്നത്. എവിടെ നിന്നാണ് πr² വന്നത്? കോണിന്റെ ബേസ് ആരാണ്? സർക്കിൾ ഷേപ്പ് ആണല്ലേ? അപ്പൊ കോണിന്റെ ബേസ് സർക്കിൾ ഷേപ്പ് ആവുമ്പോൾ സർക്കിളിന്റെ ഏരിയ എന്താണ്? πr² അല്ലേ? അപ്പൊ ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? πRL പ്ലസ് πr² എന്ന് കിട്ടും. ഇതുപോലെ πRL പ്ലസ് πr² വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു πr ഉണ്ട്, ഇവിടെ നമുക്കൊരു πr² ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു πrനെ കോമൺ എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഞാൻ πrനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? ഒരു L+R ഉണ്ട്. അപ്പൊ ഇതും ഏതിന്റെ ഇക്വേഷൻ തന്നെയാണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോണിന്റെ ഇക്വേഷൻ πr × L+R എന്നും പറയാം. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോണിന്റെ ഇക്വേഷൻ എന്താണ്? πr × L+R ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. പിന്നെ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുമ്പോൾ
പ്രോബ്ലത്തിലൊക്കെ ചില സമയത്ത് കൺഫ്യൂഷൻ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കേണ്ടതാണ് വോളിയം ഓഫ് എ സോളിഡ്. ഒരു സോളിഡിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏതാണ് ഇക്വേഷൻ? കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr²h ആണ്. സോ വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു 1/3 πr²h. വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു 1/3 πr²h. അപ്പം മറന്നു പോവരുത്, കോണിന്റെ വോളിയം എന്താണ്? 1/3 πr²h. കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? πrl. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? πr × l+r. അപ്പൊ ഈ 3 ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഇത് NCERT എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഹൂസ് സ്ലാന്റ് ഹൈറ്റ് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് ബേസ് റേഡിയസ് ഈസ് 7 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്ലാന്റ് ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? സ്ലാന്റ് ഹൈറ്റ് ഏത് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു, L വെച്ചിട്ടാണെന്ന് പറഞ്ഞില്ലേ? സോ L is equal to എത്രയാണ്? L is equal to 10 സെന്റിമീറ്റർ ആണ്. സ്ലാന്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. അടുത്ത് എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടില്ലേ? അപ്പൊ റേഡിയസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് വേണം കണ്ടുപിടിക്കാൻ? കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങളുടേതായ രീതിക്ക് സ്ലാന്റ് ഹൈറ്റിന് ഒരു വാല്യൂ കൊടുക്കുക, റേഡിയസിന് ഒരു വാല്യൂ കൊടുക്കുക, തനിയെ ചെയ്തു നോക്കുക. അപ്പോൾ വേറൊരു ഏരിയ കിട്ടും, കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. അങ്ങനെ നിങ്ങൾ 2-3 വാല്യൂസ് ഒക്കെ മാറ്റിയൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും. ഇപ്പം നമുക്ക് എല്ലാം ക്ലാസ്സിൽ അങ്ങനെ മാറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതുപോലെ വാല്യൂസ് മാറ്റി ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്ലാന്റ് ഹൈറ്റ് 10 ആണ്, റേഡിയസ് 7 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ? സോ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πrl ആണ്. അപ്പൊ π × r എത്രയാണ് ഇവിടെ? 7 അല്ലേ? π × 7 × l എത്രയാണ്? 10 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് പൈക്ക് വാല്യൂ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 × 10 എന്ന് പറയുന്ന ആരാണ്? 70 ആണ്. അപ്പൊ 70 π എന്ന് കിട്ടും. അപ്പൊ 70 π. ഇപ്പൊ നിങ്ങൾക്ക് 3.14 അല്ലെങ്കിൽ 22/7 ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ഇവിടെ 22/7 കൂടി കൊടുത്തെഴുതാം. അപ്പൊ പൈയുടെ വാല്യൂ 22/7 കൊടുത്തു. അപ്പൊ 7ഉം 70യും ക്യാൻസൽ ആയി. ഇവിടെ 10 വന്നു. അപ്പൊ എത്ര ആൻസർ വരും? 220 എന്ന് ആൻസർ വരും അല്ലേ? 22/7 കൊടുത്തു. അപ്പൊ 7ഉം 70യും കൂടി ക്യാൻസൽ ആയി. 10 വന്നു. 10 × 22 220 എന്ന് ആൻസർ വരും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റിമീറ്ററോ, മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ്, ഇതുപോലെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് കൊടുക്കണം? പ്രിലിംസിന് അത് പ്രശ്നമില്ല, പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുമ്പോൾ യൂണിറ്റിന് വാല്യൂ ഉണ്ട്. നിങ്ങൾ യൂണിറ്റ് കൊടുത്ത് ഇപ്പോഴേ പഠിക്കുക. അപ്പൊ ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഏരിയ ആണെങ്കിൽ എപ്പോഴും യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ ഞാൻ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാൻ കാര്യം, ഇവിടെ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വാല്യൂസ് എല്ലാം സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ വരും. വാല്യൂസ് എല്ലാം മീറ്റർ ആണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ സ്ക്വയർ വരും. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയയുടെ യൂണിറ്റ് എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ വരും. അപ്പൊ ഇപ്പോഴാണ് എന്റെ ആൻസർ കംപ്ലീറ്റ് ആയത്. എത്രയാണ് കർവ്ഡ് സർഫസ് ഏരിയ? 220 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 220 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ തന്നേക്കുന്ന റൈറ്റ് സർക്കുലർ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 16 സെന്റിമീറ്റർ, ബേസ് റേഡിയസ് ഈസ് 12 സെന്റിമീറ്റർ, ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ, യൂസ് π = 3.14. അപ്പോൾ പൈക്ക് അവിടെ 3.14 കൊടുത്ത് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ പൈയുടെ വാല്യൂ ഇടാതെ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് 3.14 ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എത്രയാണെന്ന് ഡിസ്കഷൻ ബോക്സ് ഇടുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 16 സെന്റിമീറ്റർ. സോ h is equal to 16 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബേസ് റേഡിയസ് ഈസ് 12 സെന്റിമീറ്റർ. r is equal to 12 സെന്റിമീറ്റർ. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. നമുക്ക് എന്തറിയാം? കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? πrl ആണ് അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ πrl അല്ലേ? പക്ഷെ L തന്നിട്ടുണ്ടോ? ഇല്ല. പകരം ആരെ തന്നിട്ടുണ്ട്? H തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കാണണം? L കണ്ടുപിടിക്കണം. L എങ്ങനെ കണ്ടുപിടിക്കും? L is equal to √h² + r² ആണ്.
ഓക്കെ, L is equal to root of h square plus r square ആണ്, which is equal to root of h എത്രയാണ് ഇവിടെ തന്നേക്കണേ? h is equal to 16 അല്ലേ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 സ്ക്വയർ a പ്ലസ് 12 സ്ക്വയർ. 16 സ്ക്വയർ എത്രയാണ്? 256 ആണ് 16 സ്ക്വയർ കേട്ടോ. അപ്പൊ 256 പ്ലസ് 12 സ്ക്വയർ എത്രയാണ്? 144 ആണ്. 256 പ്ലസ് 144 റൂട്ട് ഓഫ് ആഡ് ചെയ്യുമ്പം 004 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 400 എന്ന് കിട്ടി. റൂട്ട് ഓഫ് 400 എത്രയാണ്? റൂട്ട് ഓഫ് 400 എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പൊ നമ്മളെ സ്ലാന്റ് ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? 20 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലേ? അപ്പൊ L is equal to 20 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വാല്യൂ എടുക്കാം. പൈ ഇൻറ്റു 12 ഇൻറ്റു 20. അപ്പൊ എത്ര കിട്ടും? 12 ഇൻറ്റു 2 24 വരും. അപ്പൊ 240 പൈ എന്ന് കിട്ടും. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി? 240 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇത് ആരാണ്? കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3.14 വേണമെങ്കിൽ കൊടുത്ത് എന്ത് ചെയ്യാം? 3.14 കൊടുക്കുമ്പോൾ എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾ അത് കൊടുത്ത് ചെയ്തു നോക്കുക. എന്നിട്ട് എത്ര വാല്യൂ കിട്ടുമെന്ന് ഡിസ്കഷൻ ബോക്സിൽ ഇടുക. നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരല്ലേ? ടോട്ടൽ സർഫസ് ഏരിയയും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അടുത്ത് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? TSA is equal to pi r into r plus L ആണല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 12 ഇൻറ്റു 12 പ്ലസ് L എത്രയാണ്? നമുക്ക് L 20 അല്ലേ കിട്ടിയത്? 12 പ്ലസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 12 ഇൻറ്റു 20ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ എത്ര? 32 അല്ലേ? അപ്പൊ നമുക്ക് 32 ഇൻറ്റു 12 ചെയ്ത് നോക്കാം. 32 ഇൻറ്റു 12 4 6 2 3 4 8 3. അപ്പൊ എത്ര കിട്ടി? ഈക്വൽ ടു 384 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 384 പൈ സെന്റിമീറ്റർ സ്ക്വയർ. പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. കിട്ടുന്ന ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഡിസ്കഷൻ ബോക്സിൽ ഇടുക. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ കോൺ ഈസ് 10.5 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് സ്ലാന്റ് ഹൈറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണം. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. CSA is equal to pi RL. ഞാൻ ഓരോ തവണയും ഇക്വേഷൻ എഴുതി പറഞ്ഞു പോകുന്ന എന്തിനാണ്? ഓരോ തവണ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ആ ഇക്വേഷൻ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. അതിനാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും. അപ്പൊ ഇവിടെ നമുക്ക് pi RL ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ R തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആറിന്റെ പകരം ആരെ കൊടുത്തിട്ടുണ്ട്? ഡയമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. ഡയമീറ്ററിന്റെ വാല്യൂ എത്രയാണ്? ഡയമീറ്റർ 10.5 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസിന്റെ ഡബിൾ അല്ലേ? അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ള അത് ആലോചിക്കുക. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിച്ചൂടെ? റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? റേഡിയസ് ഈസ് ഈക്വൽ ടു 10.5/2. അപ്പൊ എത്ര കിട്ടും? 5.25 എന്ന് കിട്ടും. അപ്പൊ 5.25 ആണ് ഇവിടത്തെ എന്ത്? റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്കിനി വാല്യൂസ് കൊടുക്കാം. CSA ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 5.25 ഇൻറ്റു L എത്രയാണ്ടാ? L 10 അല്ലേ? 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5.25 ഇൻറ്റു 10. അപ്പൊ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒന്നും കൂടി ഇപ്പുറത്തോട്ട് വരും അല്ലേ? അപ്പൊ 52.5 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ വരും. 52.5 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, പൈയുടെ വാല്യൂ ഇടണമെങ്കിൽ ഇട്ട് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ പോലെ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the total surface area of a cone if its slant height is 21 meter and diameter of its base is 24 meter. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു. L is equal to 21 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഡയമീറ്റർ ഓഫ് ദ ബേസ് എത്രയാണ്? 24 മീറ്റർ ആണ് അല്ലേ? അപ്പൊ ഡയമീറ്റർ 24 മീറ്റർ ആണ്. ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. Therefore R is equal to എന്ത് വരും? 24/2 വരും. അപ്പൊ റേഡിയസ് എത്ര വരും? 12 മീറ്റർ എന്ന് വരും. ഇതുവരെ കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? TSA is equal to ഇക്വേഷൻ എന്താണ്? പൈ R ഇൻറ്റു R പ്ലസ് L അല്ലെങ്കിൽ L പ്ലസ് R ആണല്ലേ? അപ്പൊ പൈ ഇൻറ്റു 12 ഇൻറ്റു L എത്രയാണ്? 21 അല്ലേ?
21 അല്ലേ L? അപ്പൊ 21 + 12 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 12 ഇൻറ്റു 33 എന്ന് കിട്ടും അല്ലേ? 12 ഇൻറ്റു 33 എത്രയാണെന്ന് ചെയ്തു നോക്കാം. 33 ഇൻറ്റു 12 എത്ര വരും? 6 6 3 3 693 396 എന്ന് വരും, ഈക്വൽ ടു 396 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 396 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടി. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 396 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 308 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് സ്ലാന്റ് ഹൈറ്റ് ഈസ് 14 സെന്റിമീറ്റർ. ഫൈൻഡ് റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് കോൺ കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് കോണിന്റെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസും TSAയും ആണ്. അപ്പൊ ഇങ്ങനെ സർഫസ് ഏരിയ തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കുക, സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കുക ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പൈ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ ചോദിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് പൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കണ എന്താണെന്ന് നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? CSA ഈസ് ഈക്വൽ ടു, CSAയുടെ ഇക്വേഷൻ എന്താണ്? πRL. πRL എത്രയാണെന്ന് പറയുന്നുണ്ട്? 308 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. സ്ലാന്റ് ഹൈറ്റ് തന്നിട്ടുണ്ട് L എത്രയാണെന്ന് പറയുന്നുണ്ട്? 14 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് πRL ഈസ് ഈക്വൽ ടു 308. അപ്പൊ പൈക്ക് എനിക്ക് വാല്യൂ കൊടുക്കാലോ. 22/7 കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇൻറ്റു R ഇൻറ്റു L 14 ഈക്വൽ ടു 308. അപ്പൊ ഇതും കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 കിട്ടി. 22ഉം 2ഉം അപ്പൊ എത്ര വരും? 44 വരും. 44 R ഈസ് ഈക്വൽ ടു 308 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 308 ഡിവൈഡഡ് ബൈ 44 ചെയ്യുക. അപ്പോൾ 308/44 എന്ന് പറയുമ്പോൾ 44 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. അപ്പോൾ 8 to 30. ഓക്കെ, അപ്പം എത്ര കിട്ടും? ആറിന്റെ വാല്യൂ 308നെ 44 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഓക്കെ, ഒരു ഊഹം വെച്ച് നിങ്ങൾ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ എത്ര കിട്ടി? 7 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. TSA ഈസ് ഈക്വൽ ടു എന്താണ്? TSA ഈസ് ഈക്വൽ ടു πR ഇൻറ്റു L പ്ലസ് R വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 7 ഇൻറ്റു L എത്രയായിരുന്ന? സ്ലാന്റ് ഹൈറ്റ് 14 അല്ലേ? 14 + 7 വിച്ച് ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 7 ഇൻറ്റു 21. 7ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടി. 21 ഇൻറ്റു 22, 21 ഇൻറ്റു 22 ചെയ്ത് നോക്കുക. 2 4 2 4 264. അപ്പൊ ആൻസർ എത്ര കിട്ടും? 462 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 462 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആ ഓരോ രീതിക്ക് ഇക്വേഷൻ മാറി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. സംഭവം നമ്മളെ ബേസ് ആയിട്ട് ആദ്യം പറഞ്ഞ കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമ്മൾ ആ ഒരു ചിന്തിക്കുന്ന രീതിയാണ്. ഓരോ രീതിക്ക് തരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A joker's cap is in the form of right circular cone of base radius 7 cm and height 24 cm. Find the area of the sheet required to make 10 such cap. അപ്പോൾ ഒരു ജോക്കറിന്റെ തൊപ്പിയുണ്ട്. അതൊരു റൈറ്റ് സർക്കുലർ കോൺ ഷേപ്പ് ആണ്. അതിന്റെ ബേസ് റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തൊപ്പി വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റേഡിയസിനെയാണ് ബേസ് റേഡിയസ് എന്ന് പറയുന്നത്. ഈ ബേസ് റേഡിയസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ R എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. നമ്മളടുത്ത് ചോദിച്ചേക്കണ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 10 സച്ച് ക്യാപ്പ്. അങ്ങനത്തെ 10 ക്യാപ്പ് ഉണ്ടാക്കാൻ എത്ര ഷീറ്റ് വേണം എന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് വെറുതെ ഏരിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഏതൊക്കെ ഏരിയ അറിയാം? കർവ്ഡ് സർഫസ് ഏരിയ അറിയാം, ടോട്ടൽ സർഫസ് ഏരിയ അറിയാം. ഇതിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യും എന്നെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. തൊപ്പി എന്ന് പറയുമ്പോൾ അകത്ത് പൊള്ളയായിരിക്കും, അതായത് അടിഭാഗം കാണൂല. നമുക്ക് ഇങ്ങനെ തൊപ്പി വെക്കണ്ടേ? വെക്കുമ്പം ഇവിടെ എംറ്റി ആണെങ്കിലല്ലേ നമുക്ക് തലയിൽ വെക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ബേസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ ബേസ് ഇല്ല. അപ്പൊ ബേസ് ഇല്ലാതെ വരണമെങ്കിൽ ബാക്കിയുള്ള പോർഷന്റെ ഏരിയ നമ്മൾ എന്തെന്നാണ് പറയണ? കർവ്ഡ് സർഫസ് ഏരിയ എന്നല്ലേ. അപ്പൊ ഇവിടെ എന്ത് വേണം കണ്ടുപിടിക്കാൻ? കർവ്ഡ് സർഫസ് ഏരിയ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? πRL അല്ലേ ഇക്വേഷൻ?
ആണല്ലോ. പക്ഷെ L ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് L കണ്ടുപിടിക്കാം. L is equal to root of h square plus r square which is equal to root of h എന്ന് പറയുന്നത് 24 അല്ലേ? 24ന്റെ സ്ക്വയർ പ്ലസ് r എത്രയാണ്? 7 അല്ലേ? 7ന്റെ സ്ക്വയർ. 24ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 576 ആണ് കേട്ടോ. അപ്പോൾ 576 പ്ലസ് 49 which is equal to root of 526. റൂട്ട് ഓഫ് 625 എന്ന് വരും. റൂട്ട് ഓഫ് 625. 625ന്റെ റൂട്ട് എത്രയാണ്? 25 ആണ്. അപ്പൊ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എത്ര കിട്ടി? 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൈക്കും വാല്യൂ എടുക്കണം കേട്ടോ. അപ്പൊ ഈക്വൽ ടു 22/7 ഇൻറ്റു 7 ഇൻറ്റു 25. 7ഉം 7ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി 22 ഇൻറ്റു 25 ചെയ്യുക. 5 10 11 4 4 0 5 5. അപ്പൊ എത്ര ആൻസർ കിട്ടും? 550 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഒരു തൊപ്പി ഉണ്ടാക്കാൻ വേണ്ട ഏരിയ എത്രയാണ്? 550 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു തൊപ്പി ഉണ്ടാക്കാൻ 550 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 10 സച്ച് ക്യാപ്പിന് എന്ത് വേണം? 550 ഇൻറ്റു 10 ചെയ്യുക. അപ്പം 5500 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഒരു തൊപ്പി ഉണ്ടാക്കാൻ 550 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വേണമെങ്കിൽ അതുപോലത്തെ 10 ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫൈനൽ ആൻസർ എഴുതും? ദ ഏരിയ ഓഫ് ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 10 such cap is 5500 സെന്റിമീറ്റർ സ്ക്വയർ. എങ്ങനെ എഴുതും? ദ ഏരിയ ഓഫ് ദ ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 10 such cap is 5500 സെന്റിമീറ്റർ സ്ക്വയർ. എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? 10 ക്യാപ്പ് ഉണ്ടാക്കാൻ എത്ര ഏരിയ? അപ്പം നമ്മൾ ആൻസർ എങ്ങനെ എഴുതണം? 10 ക്യാപ്പ് ഉണ്ടാക്കാൻ ഇത്രയും ഏരിയ വേണം എന്നുള്ള രീതിക്ക് ആൻസർ എഴുതണം. സോ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്താണ്? 5500 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The height and the slant height of a cone are 21 centimeter and 28 centimeter respectively. Find the volume of the cone. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റ് തന്നിട്ടുണ്ട്, സ്ലാന്റ് ഹൈറ്റ് തന്നിട്ടുണ്ട്. കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക. വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു എന്താണ്? 1/3 πr² ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിവിടെ ആരെയൊക്കെ തന്നിട്ടുണ്ട്? L തന്നിട്ടുണ്ട് അല്ലേ? L എത്രയാണ്? L is equal to 28 സെന്റിമീറ്റർ ആണ്. H എത്രയാണ്? H എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ ആണ്. നമുക്ക് R തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? R നെ കണ്ടുപിടിക്കണം. R നെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. R is equal to root of L square minus H square ആണ്. Therefore R is equal to root of L square. L ന്റെ സ്ക്വയർ എന്താണ്? 28ന്റെ സ്ക്വയർ. 28 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ. 28ന്റെ സ്ക്വയർ എത്രയാണ്? 784 ആണ്. 21ന്റെ സ്ക്വയർ എത്രയാണ്? 441 ആണ്. ഓക്കെ. അപ്പം 784 മൈനസ് 441 എന്ത് വരും? 4 1 മൈനസ് ചെയ്യുമ്പോൾ 3 8 4 പോകുമ്പോൾ 4 7 4 പോകുമ്പോൾ 3. റൂട്ട് ഓഫ് 343 എന്ന് വരും. ഈ 343 നിങ്ങൾ എവിടെ കണ്ടാലും ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 7ന്റെ ക്യൂബ് ആണ് 343. ശരിക്കും 343ക്ക് റൂട്ട് ഇല്ല, പക്ഷെ 7ന്റെ ക്യൂബ് ആണ് 343. ഞാനിത് പറയാൻ കാര്യം, ചില സമയത്തൊക്കെ ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ 343 വന്ന് സ്റ്റക്ക് ആവും. എങ്ങനെ ബാക്കി ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ക്യൂബ് എങ്ങോട്ട് പോകും എന്നൊക്കെ കൺഫ്യൂഷൻ വരുന്ന സമയം കാണും. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള നമ്പേഴ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബ് ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഈ 343നെ ഞാൻ 7 × 7 × 7 എന്ന് എഴുതി. ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ 2 7 ഉണ്ടല്ലോ. അതിനകത്തുനിന്ന് ഒരു 7 എനിക്ക് റൂട്ടിന് പുറത്തെടുക്കാം, മറ്റേ 7 റൂട്ട് 7 എന്ന് ഇടാം. അപ്പോൾ R എത്ര കിട്ടി? 7 √ 7 എന്ന് കിട്ടി. Rന്റെ വാല്യൂ എത്ര കിട്ടി? R is equal to 7 √ 7 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ 1/3 പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ഇൻറ്റു R². R² എന്ന് വെച്ചാൽ R × R അല്ലേ? നമ്മൾ R 7 √ 7 അല്ലേ? അപ്പൊ 7 √ 7 ഇൻറ്റു 7 √ 7 ഇൻറ്റു H എത്ര? 21 അല്ലേ? ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 7 √ 7 ഇൻറ്റു 7 √ 7. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 2 റൂട്ടുള്ള വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതായിരിക്കും ആൻസർ. അതായത് √7 ഇൻറ്റു √7 ഈസ് ഈക്വൽ ടു 7 ആണ്. √5 ഇൻറ്റു √5 ചെയ്താൽ 5 ആണ്. √10 ഇൻറ്റു √10 ചെയ്താൽ 10 ആണ്.
അതുപോലെ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ചെയ്ത എ ആണ്, റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി ചെയ്ത ബി ആണ്. അപ്പോൾ ഇത് ആലോചിച്ച് വെക്കുക, റൂട്ട് രണ്ട് വാല്യൂസും റൂട്ടുള്ള രണ്ട് വാല്യൂസ് തമ്മിൽ സെയിം വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ റൂട്ട് ഇല്ലാത്ത വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ റൂട്ട് 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 7 കിട്ടൂലേ? അപ്പൊ എനിക്ക് ഈ രണ്ട് റൂട്ട് 7നെയും റീപ്ലേസ് ചെയ്യാലോ 7 വെച്ച്. അപ്പൊ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 21. ഒരു 7 എക്സ്ട്രാ എവിടുന്ന് വന്നു? റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ചെയ്തപ്പോൾ വന്നതാണ് ആ ഒരു 7. അപ്പൊ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. 3 21 ക്യാൻസൽ ചെയ്യുമ്പോൾ 7 വരും. അപ്പൊ 22 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7 7 ഇൻറ്റു 7 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 7 ക്യൂബ് അല്ലേ? 7 ക്യൂബ് എത്രയാണ്? 343 അല്ലേ? 22 ഇൻറ്റു 343. നമുക്കിനി ആൻസർ നോക്കാം. 343 ഇൻറ്റു 22 6 8 6. അപ്പൊ എത്ര ആൻസർ കിട്ടും? 7546 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓളിയം ആയതുകൊണ്ട് ഇവിടെ എന്താണ് വരുന്നത്? ക്യൂബ് ആണ് വരുന്നത്. സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് യൂണിറ്റ് ഓളിയത്തിന്റെ വരുന്നത്. അപ്പൊ എത്ര ആൻസർ കിട്ടി? 7546 സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഒരു പേപ്പറും പെന്നും എടുത്ത് ചെയ്ത് നോക്കുക. വെറുതെ ക്ലാസ്സും കണ്ടോണ്ടിരിക്കരുത്, കൂടെ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് 7546 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Find the volume of the right circular cone with a radius 6 cm and height 7 cm. അപ്പോൾ വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 1/3 pi r square h. അവിടെ തന്നിരിക്കുന്ന ആരൊക്കെയാണ്? കോൺ വിത്ത് റേഡിയസ് r is equal to 6 cm ആണെന്ന് തന്നിട്ടുണ്ട്, h is equal to 7 cm ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 7 എന്ന് കൊടുക്കുക. അപ്പൊ 3യും ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ആയി. 12 ഇൻറ്റു 7 ചെയ്ത് നോക്കുക. 12 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 4 8 84 എന്ന് വരും. സോ ആൻസർ എത്ര വരും? 84 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, 84 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അഥവാ നിങ്ങൾക്ക് പൈയുടെ വാല്യൂ കൊടുക്കണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ പൈയുടെ വാല്യൂ കൊടുത്തു നോക്കാം. 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 7. അപ്പൊ ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി, ഇത് രണ്ടും ക്യാൻസലായി. 2 ആയി. 2 ഇൻറ്റു 6 12 ആണ്. 12 ഇൻറ്റു 22 ചെയ്ത് നോക്കൂ. 22 ഇൻറ്റു 12 എന്ന് പറയുന്നത് 264 എന്ന് വരും. അപ്പൊ നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 264 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും വോളിയം. ഓക്കെ, അപ്പൊ പൈയുടെ വാല്യൂ കൊടുക്കാനുള്ള പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പൈയുടെ വാല്യൂ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 22/7 കൊടുക്കുമ്പോൾ 7 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പൈയുടെ വാല്യൂ കൊടുക്കാത്ത ആൻസർ 84 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. പൈയുടെ വാല്യൂ കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 264 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ദ ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 15 സെന്റിമീറ്റർ ഇഫ് ഇറ്റ്സ് വോളിയം ഈസ് 1570 സെന്റിമീറ്റർ ക്യൂബ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ ബേസ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വോളിയം തന്നിട്ടുണ്ട്. V is equal to 1570 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഹൈറ്റ് പറയുന്നുണ്ട്. H is equal to 15 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു R ഒക്കെ കണ്ടുപിടിക്കാൻ, അതായത് വോളിയം അല്ലെങ്കിൽ ഏരിയ ഒക്കെ തന്നിട്ട് റേഡിയസോ ഹൈറ്റോ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പൈയുടെ വാല്യൂ കൊടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? 1/3 pi r square h ആണ്. ഇതിന്റെ വാല്യൂ ആണ് 1570 എന്ന് പറയുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു h എത്രയാണ്? 15 അല്ലേ? 15 ഈസ് ഈക്വൽ ടു 1570. അപ്പൊ ഈ 3യും ഈ 15ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം 22/7 ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1570 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് r സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? r സ്ക്വയർ ഈസ് ഈക്വൽ ടു 1570. ഈ ഡിവൈഡഡ് ബൈ 7 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 7 ആവും. ഈ ഇൻറ്റു 22ഉം 5ഉം അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 22ഉം 5ഉം ആവും. അപ്പൊ നമ്മൾ 5ഉം 1570 കൂടി കട്ട് ചെയ്യുമ്പോൾ 314 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 314 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 100.8 സെന്റിമീറ്റർ എന്ന് കിട്ടും.
ആറിന്റെ വാല്യൂ ഒരു 100.8 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടും. അഥവാ നിങ്ങൾ 22/7 അല്ല 3.14 എടുത്താണ് ചെയ്യണമെങ്കിൽ ഇത് അറൌണ്ട് ഒരു 99 എന്തെങ്കിലും ഒരു വാല്യൂ എന്നുള്ള രീതിക്ക് കിട്ടും. 3.14 എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു 99 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. അല്ല നിങ്ങൾ 22/7 ആണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 100.8 എന്നുള്ള വാല്യൂ അടുപ്പിച്ച് കിട്ടും. അപ്പൊ ആറിന്റെ സ്ക്വയർ ആണ് ഈ കിട്ടിയത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ 99 എന്തെങ്കിലും ഒരു വാല്യൂ ആയാലും 100.8 ആയാലും ഏറ്റവും അടുത്ത് കിടക്കുന്ന ആരുമായിട്ടാണ് 100 അല്ലേ. അപ്പൊ നമുക്ക് ആർ സ്ക്വയറിന്റെ വാല്യൂ എത്രയെന്ന് എടുക്കാം? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് എടുക്കാം. റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആറിന്റെ വാല്യൂ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു √100 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ ആറിന്റെ വാല്യൂ എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം. എന്തായാലും ഈ 99 അതിന്റെ റൂട്ട് എടുക്കാനോ അല്ലെങ്കിൽ 100.8 റൂട്ട് എടുക്കാനോ ഒന്നും വരൂല. നിയറസ്റ്റ് വാല്യൂ അതുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. അതിന്റെ റൂട്ട് ആയിരിക്കും എപ്പോഴും ആൻസർ ആയിട്ട് ഓപ്ഷനിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ എന്തെന്ന് എടുക്കാം? 10 സെന്റിമീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. If the volume of the right circular cone of height 9 cm is 48 pi centimeter cube, find the diameter of its base. അപ്പൊ ഇവിടെ നമുക്ക് ഓളിയം തന്നിട്ടുണ്ട് അല്ലേ. ഓളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. ഇത് ഈസ് ഈക്വൽ ടു 48 പൈ ആണ്. അപ്പൊ ഈ പൈയും ഈ പൈയും നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാലോ. ബാക്കി എന്തുണ്ട്? 1/3 r²h ഈസ് ഈക്വൽ ടു 48. 1/3 ആറിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി നമുക്ക് ഡയമീറ്റർ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ 6 കിട്ടിയാലല്ലേ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്ക് അറിയാമോ? ഇല്ല. അപ്പൊ നമുക്ക് അതുപോലെ ആറിനെ അങ്ങ് വെക്കാം. ഇൻറ്റു എച്ച് എത്രയാണെടാ? 9 ആണ്. ഈക്വൽ ടു 48. 3യും 9ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 48ഉം 3യും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 16 വരും. അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഞാൻ ഈ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 48. ഈ ബൈ 3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു 3 ആവും. ഇൻറ്റു 9 ഇവിടെ വരുമ്പോൾ എന്താവും? ബൈ 9 ആവും. ഇത് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ആറിന്റെ വാല്യൂ ആർ സ്ക്വയറിന്റെ വാല്യൂ 16 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ആർ സ്ക്വയറിന്റെ വാല്യൂ 16 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും ആറിന്റെ വാല്യൂ. ഇതൊക്കെയാണ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. കാര്യം ആറിന്റെ വാല്യൂ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പോയി അതിനെ അങ്ങ് മാർക്ക് ചെയ്യും. അങ്ങനെയാണോ? അല്ല. നമുക്ക് ചോദിച്ചേക്കുന്ന ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ എന്താണ്? d ഈസ് ഈക്വൽ ടു 2r അല്ലേ. ഡയമീറ്റർ എന്ന് പറയുന്നത് ആറിന്റെ ഡബിൾ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4 × 2 ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് ആൻസർ വരും. അപ്പൊ ഡയമീറ്റർ എന്താണ്? 8 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ് സർക്കുലർ കോണിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഒരു റൈറ്റ് സർക്കുലർ കോൺ പഠിച്ചു. അതിന്റെ റേഡിയസ് എന്താണെന്ന് കണ്ടു. സ്ലാന്റ് ഹൈറ്റ് കണ്ടു. ഹൈറ്റ് കണ്ടു. സ്ലാന്റ് ഹൈറ്റും റേഡിയസും ഹൈറ്റും കൂടി ചേർന്ന് വരുമ്പോൾ ഉള്ള ഇക്വേഷൻ കണ്ടു. റിലേഷൻ ബിറ്റ്വീൻ സ്ലാന്റ് ഹൈറ്റ്, റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? L is equal to √h² + r² ആണ്. അത് എപ്പോഴും പഠിച്ചു വെക്കുക. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ L is equal to √h² + r² ആണ്. പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞു. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πrl ആണ്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr × r+l ആണ്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ സം ആണെന്ന് ഞാൻ പറഞ്ഞടാ? ബേസ് ഏരിയയുടെയും അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയയുടെയും കൂടി സം ആണ് ടോട്ടൽ സർഫസ് ഏരിയ. സപ്പോസ് നിങ്ങൾക്ക് വെറും സർഫസ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലും നിങ്ങൾ ആരെ വേണം കണ്ടുപിടിക്കാൻ? ടോട്ടൽ സർഫസ് ഏരിയ വേണം കണ്ടുപിടിക്കാൻ. കർവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിൽ അവർ എടുത്തു പറയും. വെറും സർഫസ് ഏരിയ ചോദിച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സോളിഡ് പരിചയപ്പെടാം. താങ്ക് യു.